ഹലോ നമസ്കാരം. ഞാനിന്ന് വർക്കല ഒരു പൂജയ്ക്ക് പോവുകയാണ്, ഒരു പുതിയ വർക്കിൻ്റെ. അങ്ങനെ പാലച്ചിറ വഴി വന്നപ്പം ഞാൻ തട്ടുകട കണ്ടു. അപ്പോൾ തട്ടുകടയിൽ ചായ കുടിക്കാം എന്ന് വെച്ച് കയറി. അങ്ങനെ കയറിക്കഴിഞ്ഞപ്പം ഇവിടെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി. അപ്പോൾ ചേച്ചി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. ചേച്ചി കാണിക്കാമേ. ചേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബിഗ് ബോസ് ഒക്കെ കണ്ടോ? കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ അതെ തട്ടുകടയിൽ അപ്പവും ചമ്മന്തി. എൻ്റെ അമ്മ പണ്ട് ജോലി കഴിഞ്ഞിട്ട് ഇതേപോലെ അപ്പവും ചമ്മന്തി പൊതിഞ്ഞ് വെച്ചോണ്ട്. നടരാജ മെമ്മോറിയൽ പാർക്കിന് സമീപം അവിടെയാണ് വീട്. കട കട ഈ കട അല്ലേ? എവിടെയാണ്? ദളവാപുരം. ചെറുനീയൂരിനിപ്പുറം ദളവാപുരത്ത് നടരാജ മെമ്മോറിയൽ പാർക്കിന് സമീപം. ഈ പാർക്ക് അല്ലേ? പാർക്കിന് സമീപം. ചേച്ചി അടിപൊളിയായിട്ട് രാവിലെ കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അതില് നമ്മള് സാറിന്റെ പക്ഷം തന്നെയായിരുന്നു. എല്ലാരും സാറിനെ കാണുന്നത് ഒരു ദേശീയക്കാരൻ, മനസാക്ഷിയില്ലാത്ത ആള്. നമ്മക്കറിയാമല്ലോ, നമ്മള് ഒരുപാട് കാണുന്നതല്ലേ വീട്ടിൽ ഇരുന്നുണ്ട്. ചേച്ചി പഴയ അച്ഛന്മാര് ഒക്കെ നമ്മൾ നോക്കിയ വാപ്പമാരെയൊക്കെ നോക്കിയാലേ അവര് കുറച്ച് സ്ട്രിക്റ്റും കുറച്ച് കാര്യങ്ങൾ, ചിട്ടയും അച്ചടക്കവും എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട് അല്ലേ? ഇന്ന് പക്ഷെ പലയിടത്തും ആ അച്ഛന്മാരെയും അമ്മമാരെയും കൊണ്ട് വൃദ്ധസ്ഥാനത്തിലാക്കിയിട്ട് ഈ ചിട്ടകളൊക്കെ എടുത്ത് കളഞ്ഞ് തോന്നിയവാസികളായി മാറി അല്ലേ? അവർക്ക് വേണ്ടത് ആ സാധനമാണ്. അതാണ് കുറേ പേര് അങ്ങനെ ആയിപ്പോയത്. പക്ഷെ ദൈവത്തിനിഷ്ടം അനുസരണയും ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. വർക്കല ഒരു പുതിയ പൂജ, ഒരു വർക്കിന്റെ പൂജ. സീസൺ 2 ആറ്റിങ്ങല്, വീട് ആറ്റിങ്ങല്. രജിത്ത്, ഡോക്ടർ രജിത് കുമാർ. വാ 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 ചേച്ചി കണ്ട. അതെൻ്റെ 34-ാമത്തെ വയസ്സിൽ, അതെൻ്റെ 34-ാമത്തെ വയസ്സിൽ ഞാൻ വേദം പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് 70-ൻ്റെ ലുക്ക് ദൈവം തന്നു. ഇപ്പോൾ വർക്കല ഒരു പുതിയ ഒരു സിനിമയുടെ ഒരു പൂജ, അപ്പോൾ അതിന് പോകണം. അങ്ങനെ 34-ാമത്തെ വയസ്സിൽ എനിക്ക് കൊച്ചിലെ തന്നെ നരച്ചു. അമ്മ അച്ഛനും ഒക്കെ നേരത്തെ നരച്ചുകൊണ്ട് എല്ലാം നരച്ചു. അപ്പം 34-ാമത്തെ വയസ്സിൽ എല്ലാം നരച്ചപ്പം ശബ്ദം കേട്ടപ്പം അപ്പോൾ ഒരു പെണ്ണുങ്ങളും വന്നില്ല, പെൺപിള്ളേരും വന്നില്ല. കാരണം എല്ലാം നരച്ച വയസ്സെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഒറിജിനലിലേക്ക് വന്നു. അപ്പോഴും ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മതി. എന്തായാലും ചേച്ചിയുടെ കടയ്ക്കൊക്കെ എല്ലാ വിജയങ്ങളും ഐശ്വര്യം ഉണ്ടാവട്ടെ. അപ്പവും ചമ്മന്തിയും കഴിച്ച് ഞാനിങ്ങനെ പോവാം. അപ്പോൾ മറക്കണ്ട, ഇതുവഴി പോവുകയാണെങ്കിൽ വർക്കല പാലച്ചിറ നമ്മുടെ ഇവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൻ്റെ നടയിൽ തന്നെയാണ് ചേച്ചിയുടെ കട. എല്ലാ വിജയങ്ങളും ചേച്ചിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആശംസിക്കും. ലവ് യു. നമ്മുടെ ചേച്ചി, ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. ചേച്ചി വളരെ കഷ്ടപ്പെടുകയാണ് അല്ലേ? അമ്മ എത്ര വയസ്സ്? 86 വയസ്സുള്ള അമ്മയെ നോക്കാൻ വേണ്ടിയാണ് ചേച്ചി ഒറ്റയ്ക്ക് ഈ തട്ടുകട നടത്തുന്നത്. എത്ര വർഷം കൊണ്ട്? 11 വർഷം കൊണ്ട് അല്ലേ? അപ്പോൾ നമ്മളാൽ കഴിവുള്ള സഹായം ചെയ്യുക. സാമ്പത്തികം അയക്കണമെന്നല്ല, ഇതുവഴിയൊക്കെ പോകുമ്പം ചേച്ചിയുടെ തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുക. കാരണം എല്ലാം ശുദ്ധമായ ആഹാരമാണ്. നല്ല ഒരു തട്ടുകടയാണ്. വർക്കല അടുപ്പിച്ചാണ് പാലച്ചിറയിലുള്ളത്. ചേച്ചിയുടെ പേര്? സരോജം. മക്കളൊക്കെ? മക്കള് 2 പെൺമക്കള്. ഒരാൾ വെഞ്ഞാറമ്മൂട്, ഒരാൾ വർക്കല. ഓക്കെ. എത്ര വർഷം കൊണ്ട് തട്ടുകട നടത്തുന്നു? 11 വർഷം കൊണ്ട് തട്ടുകട നടത്തുന്നു. അതിന് മുമ്പ് കരിക്ക് കച്ചവടം തിരുവനന്തപുരം പുടാമൂട് പാലത്തിൽ. ഓക്കെ. എന്തായാലും നന്നായിരിക്കട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ലവ് യു. സന്തോഷം. മറക്കരുത്. ഇവിടെ എവിടെയാണ് സ്ഥലം ഒന്നുകൂടെ പറഞ്ഞു? പാലച്ചിറ, വർക്കല ചെറുനീയൂർ ലൈനിൽ ദളവാപുരം നടരാജ മെമ്മോറിയൽ പാർക്കിൻ്റെ അടുത്ത്. പാർക്കിൻ്റെ തൊട്ടടുത്ത്. അതെ, ഞാനിപ്പോൾ പാർക്ക് കാണിക്കാം. ഓക്കെ. ദളവാപുരം പാർക്ക്. ആ പാർക്കിൽ നിന്ന് ഇങ്ങനെ വരുമ്പം ചേച്ചിയുടെ ഈ തട്ടുകട കാണാൻ പറ്റും. ഇതാണ് ചേച്ചിയുടെ തട്ടുകട. ഇവിടെ നേരെ വർക്കലയിലേക്ക് പോവുകയാണ്. വർക്കല പാലച്ചിറ ചെന്ന് കയറും. അപ്പോൾ ചേച്ചിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. നന്നായിരിക്കട്ടെ. ഓക്കെ. അടിപൊളി അപ്പമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മുരിഞ്ഞ് വരികയാണ്. അപ്പം ചായ, ചമ്മന്തിപ്പൊടി, ഭയങ്കര നൊസ്റ്റാൾജിയ. താങ്ക് യു.